Hi everyone, welcome to the നട്ടപ്പതര വീഡിയോ. ഐ ആം യുവർ ബാറ്റ്മാൻ ഏജൻറ്റ്. വവ്വാൽ കുട്ടികൾക്കൊക്കെ നല്ല സുഖമാണെന്ന് എനിക്കറിയാം. എന്താണെങ്കിലും വിരാട് കോഹ്ലിക്ക് ഒരു കപ്പ്, ആ ഒരു പദ്ധതി ഫുൾഫില്ലായിരിക്കുകയാണ്. 18 വർഷമായിട്ട് ഒരാൾ ഒരു ഫ്രാഞ്ചൈസിയിൽ തന്നെ നിന്ന് 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 കപ്പടിച്ചിരിക്കുകയാണ്. ഈ സാല കപ്പ് അവരുടെ അപ്പം എന്താണെങ്കിലും ഓൾ RCB ഫാൻസ് നല്ല എഫേർട്ടാണ് ടീമിൻ്റെ. കിടലായിട്ട് കളിച്ചു, കപ്പടിച്ചു. അങ്ങനെ ഗോട്ടിനൊരു കപ്പ് കിട്ടിയിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസ് ഫാൻ ആയതുകൊണ്ട് ഉള്ളിൽ സങ്കടമുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. 18 വർഷം കപ്പടിക്കാത്ത ഒരാളുടെ സങ്കടം ഉണ്ടല്ലോ ആ ടീമിൽ, അതങ്ങോട്ട് നടന്നു. ഓക്കെ, ഇനി കമ്മിങ് ടു ദി കോണ്ടൻറ്റ്. മുകേഷ് എം നായർ, ഓക്കെ, മല്ലു JD എന്നറിയപ്പെടുന്ന മുകേഷ് എം നായർ റിലേറ്റഡായിട്ട് ഇന്നൊരു വിഷയം രാവിലെ മുതൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെ ശ്രദ്ധയിലും പെട്ട് കാണും. പ്രവേശോത്സവത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ചധികം സീനുകളുണ്ട്. രണ്ട് കാര്യമാണ് ഇതിൽ പറയുന്നത്. ഒന്ന്, പ്രവേശനോത്സവത്തിന് മുഖ്യാതിഥിയായിട്ട് ഒരു സ്കൂളിലേക്ക് മുകേഷ് എം നായർ പോയതും, പിന്നെ ചില സ്കൂളുകളിൽ കുട്ടികളെ മുടി വളർത്തി താടി വെച്ചു എന്നുള്ള പേരിൽ പുറത്തു നിർത്തിയതും. ഓക്കെ, ഈ രണ്ട് വിഷയമാണ്. മുകേഷ് എം നായർ എന്താണെന്നുണ്ടെങ്കിലും ഒരു ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ സ്കൂളിലേക്ക് മുഖ്യാതിഥിയായിട്ട് പോകുന്നതിൻ്റെ, ഫോർട്ട് ഹൈസ്കൂളിലേക്ക് മുഖ്യാതിഥിയായിട്ട് പോകുന്നതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്തിട്ട് അതിൽ ഒരു പോലീസ് റിട്ടയർഡ് ഓഫീസറുണ്ട്, മുകേഷ് എം നായരുണ്ട്, വാർഡ് കൗൺസിലറുണ്ട്, JCI അവരുടെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം റോട്ടറി സിറ്റിയിലെ JCIയുടെ പ്രസിഡൻ്റ് ഉണ്ട്, പിന്നെ ഹെഡ് മാസ്റ്റർ ഓഫ് ദി സ്കൂൾ പ്രദീപ് കുമാർ, അയാളുടെ ഫോട്ടോ ഉണ്ട്. അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഫോട്ടോ വെച്ചിട്ട്, പിന്നെ MD സൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി ഒരു ഫോട്ടോ ഒക്കെ ഇട്ട് മൂപ്പര് റീലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കേസും കൂട്ടവും സംഗതികളൊക്കെ ആയതുകൊണ്ടായിരിക്കണം റീലിൻ്റെ അടിയിൽ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് എന്നെ മുഖ്യാതിഥിയായി ക്ഷണിച്ചു കഴിഞ്ഞാൽ ന്യൂസ് വാല്യൂ കിട്ടും എന്നവർക്കറിയാം, ഞാനൊരു കുറ്റാരോപിതൻ മാത്രം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഇതിട്ടുള്ളത്, ടൈറ്റിലിട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ന്യൂസിൽ ഈ സംഗതികളൊക്കെ വന്നതിന് ശേഷം റീലും ഇട്ടു, അതിന് ടൈറ്റിലും ഇട്ടു. കാരണം നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടതാണ് മുകേഷ് എം നായർക്കെതിരെ വന്നിട്ടുണ്ടായിരുന്ന കേസ്. ആ കേസിൽ മുകേഷ് എം നായർക്ക് മുൻകൂർ ജാമ്യം, ഓക്കെ, അതും ഒരുപാട് ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ടാണ് കോടതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവരൊരു പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. വിത്ത് രാഹുൽ ഈശ്വർ ഒരു പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രൈമ ഫേസിൽ കേസ് നിൽക്കില്ല എന്ന് കോടതിക്ക് മനസ്സിലായതുകൊണ്ട് കോടതി ഈ ഒരു ജാമ്യം കൊടുത്തു എന്നാണ് രാഹുൽ ഈശ്വറും പറഞ്ഞത്, ഈ പറഞ്ഞ മുകേഷ് എം നായരും പറഞ്ഞത്. എന്താണെങ്കിലും പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴും കുറ്റാരോപിതൻ തന്നെയാണ്, കേസ് നിലനിൽക്കുന്നൊരു സിറ്റുവേഷനും. എന്താണെങ്കിലും നമുക്ക് ഈ ന്യൂസ് ഒന്ന് വിളിക്കുക. ഇന്നലെ രാവിലെയായിരുന്നു സംസ്ഥാനത്തെങ്ങും പ്രവേശനോത്സവം നടന്നത്. പതിവ് പോലെ തിരുവനന്തപുരത്ത് ഫോർട്ട് ഹൈസ്കൂളിലും പ്രവേശനോത്സവം നടന്നു. പക്ഷെ ഇതിൽ മുഖ്യ അതിഥിയായി പങ്കെടുപ്പിച്ചത് ബ്ലോഗർ മുകേഷ് നായരെയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു ബ്ലോഗറാണ് മുകേഷ് നായർ. ഈ ഫോർട്ട് ഹൈസ്കൂൾ ഒരു മാനേജ്മെന്റ് കീഴിലുള്ള എയ്ഡഡ് സ്കൂൾ കൂടിയാണ്. ഇവിടെ മുഖ്യാതിഥിയായി മുകേഷ് നായരെയാണ് ഇവർ പങ്കെടുപ്പിച്ചത്. ഇതാണ് വലിയ വിവാദമായി മാറിയത്. കാരണം 2 മാസം മുമ്പ് മുകേഷ് നായർക്കെതിരെ കോവളം പോലീസ് ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിലെ പ്രതിയാണ് മുകേഷ് നായർ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് റീൽസ് ഷൂട്ടിനിടെ ലൈംഗിക അതിക്രമം നടത്തി എന്നാണ് കേസ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുവരികയാണ്. ഈ കേസിൽ പെൺകുട്ടിയുടെയും മുകേഷിന്റെ മൊഴിയെടുത്ത പോലീസ് താമസിയാതെ കുറ്റപത്രം നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഒരു പ്രതിയെയാണ് സ്കൂൾ പ്രവേശനോത്സവത്തിൽ പങ്കെടുപ്പിക്കുകയും കുട്ടികൾക്ക് സമ്മാനം ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തത്. അതിലും ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം അബ്ജോദ്, അടുത്തിടെ സർക്കാർ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. അതായത് സംസ്ഥാനത്തെ സ്കൂളുകളിൽ 70 അധ്യാപകരാണ് ഈ പോക്സോ കേസിൽ പ്രതികളായിട്ടുള്ളതെന്ന് ഔദ്യോഗികമായി തന്നെ സർക്കാർ പുറത്തുവിട്ടിരുന്നു. ഇതിൽ 12 അധ്യാപകരെ സർക്കാർ പിരിച്ചു വിടുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇന്നലെ സ്കൂൾ പ്രവേശന ദിവസമായി ഇന്നലെ സർക്കാർ ഒരു പ്രത്യേക സർക്കുലർ തന്നെ എല്ലാ സ്കൂൾ മാനേജർമാർക്കും പ്രിൻസിപ്പൽമാർക്കും അയച്ചു കൊടുത്തിരുന്നു. അതായത്
പോക്സോ കേസിൽ ഉൾപ്പെട്ട അധ്യാപകർക്കും ജീവനക്കാർക്കുമെതിരെ കർശന നടപടിയെടുക്കണം എന്നായിരുന്നു ഈ സർക്കുലർ പറഞ്ഞിരുന്നത്. അതായത് ഇത്തരം കേസുകളിൽ ഈ കേസ് ഒളിച്ചു വെക്കാനോ അത് ആ പ്രതികൾ രക്ഷപ്പെടുത്താനോ പാടില്ല. ഇത്തരം ഈ കേസിൽപ്പെട്ട ആളുകൾക്കെതിരെ കർശന നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ട് ഇന്നലെയാണ് ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലർ എല്ലാ സ്കൂളുകൾക്കും അയച്ചു കൊടുത്തത്. ഈ സർക്കുലർ കിട്ടിയ അതേ ദിവസം തന്നെയാണ് ഫോർട്ട് ഹൈസ്കൂളിൽ ഒരു പോക്സോ കേസിലെ പ്രതിയെ എയ്ഡഡ് സ്കൂൾ ആണെന്ന് പറഞ്ഞു. അപ്പോ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നോ ഈ സ്കൂൾ അധികൃതരെ? ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാകുമല്ലോ. ഏത് സാഹചര്യത്തിലാണ് ഇത്? അറിയാതെ വിളിക്കാനുള്ള സാധ്യതയില്ല, കാരണം നിറയെ വാർത്തകൾ ഉണ്ടായിരുന്നു ഈ കേസിന്റെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട്. സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം ഈ പരിപാടിക്ക് ഒരു സ്പോൺസർ ഉണ്ടായിരുന്നു. സ്പോൺസറാണ് ഈ പരിപാടിയുടെ ഈ കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത്. ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് ഉണ്ടാകും എന്ന് മാത്രമേ തങ്ങളോട് ഈ സ്പോൺസർ പറഞ്ഞിരുന്നുള്ളൂ എന്ന വിശദീകരണമാണ് സ്കൂൾ അധികൃതർ നൽകുന്നത്. പക്ഷേ ഈ വിശദീകരണം പോലും സത്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ചടങ്ങിന്റെ ഒരു ഫ്ലെക്സ് ബോർഡുകൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. ഇതിൽ കൃത്യമായി തന്നെ ഈ മുഖ്യാതിഥിയായ മുകേഷ് നായരുടെ ചിത്രമുണ്ട്, പ്രിൻസിപ്പളുടെയും ഹെഡ് മാസ്റ്ററുടെ ചിത്രമുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ ഈ മുകേഷൻ നായർ തന്നെയാണ് ഈ ഗസ്റ്റ് എന്നുള്ളത് നേരത്തെ തന്നെ അറിയാമായിരുന്നു. പക്ഷെ എന്നിട്ടും ഈ ചടങ്ങിൽ പങ്കെടുപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. മാത്രമല്ല വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഈ പ്രശ്നത്തിൽ വളരെ ഗൗരവമായി ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നടപടിയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് ഇന്ന് തന്നെ ആവശ്യപ്പെടുമെന്നാണ് മന്ത്രി അല്പം മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. ഇതാണ് ആ ഒരു കംപ്ലീറ്റ് ന്യൂസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് സ്കൂളുകാരോട് ചോദിച്ചപ്പോഴും അവർക്ക് അബദ്ധം പറ്റിയതാണ്, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു, സ്പോൺസർ വിളിച്ച് കൊണ്ടുവന്നാണെന്നുള്ളൊരു വേർഷനൊക്കെയാണ് സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന്. ഞാനും ഒരാളുടെ ബൈറ്റ്, ഓക്കെ, ഹെഡ് മാസ്റ്റർ തോന്നുന്നു, അങ്ങനെയുള്ള ബൈറ്റിൽ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയോട് ചോദിച്ച സമയത്തും നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഡെഫിനറ്റ്ലി ഇതിൽ ബാക്കി നടപടികൾ മുന്നോട്ടെടുക്കും എന്നുള്ളത് തന്നെയാണ് മന്ത്രിയും പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം പറയാം. ഒരു ആൾക്കെതിരെ ഒരു കേസുണ്ട്, ആ കേസിൽ ഒരു തീരുമാനമായിട്ടില്ല, ബെയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബെയിൽ മാത്രം കിട്ടിയൊരു വ്യക്തി, അതും കുട്ടികൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണ് ഈ വെച്ചിട്ടുള്ള ഈ കേസ്. ഓക്കെ, അവർക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളൊരു കേസാണ്. നമുക്കറിയാം സൊസൈറ്റിയിൽ പല രീതിയിലും ഈ ഒരു കേസിൻ്റെ ലൂപ്പ് ഹോൾസും ഈ ഒരു കേസും ഉപയോഗിച്ച് പലർക്കെതിരെയും ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് പലരെയും ഇതിൽ പെടുത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലർ ചെയ്തിട്ട് തന്നെ കുടുങ്ങിയിട്ടുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഇത് പെടുത്തിയതാണോ അതോ ചെയ്തതാണോ എന്നുള്ളതൊക്കെ കോടതിയിൽ നിന്ന് വിധി വരുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ചോദിക്കുന്നൊരു കാര്യം അതാണ്. രാഹുൽ ഈശ്വറും ബാക്കി ആരാണെങ്കിലും, ഈവൻ മുകേഷ് നായരാണെങ്കിലും അടക്കം ബെയിലിലാണ് നിൽക്കുന്നത്. ബെയിലിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ആ സമയത്ത് ഇതൊന്ന് നോക്കി ചെയ്യേണ്ട കാര്യമായിരുന്നു സെൽഫായിട്ട്. ഓക്കെ, ബാക്കിയുള്ളവരും അത് വളരെ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കേസായിരുന്നു. ഇപ്പോൾ ഈ വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നാളെ കോടതി വിധി വരുമ്പോഴേ അറിയൂ. ബെയിൽ കിട്ടിയത് കൊണ്ട് കുറ്റാരോപിതനായ വ്യക്തി അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നെങ്ങനെ പറയും? മനസ്സിലായോ? പിന്നെ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തി കുറ്റം ചെയ്തു, അയാൾ ആരോപിതനാണ്, അത് പ്രൂവ് ചെയ്യണം കോർട്ടിൽ, പ്രൂവ് ചെയ്തിട്ട് ക്ലീൻ ചീറ്റ് വാങ്ങണം. ദാറ്റ്സ് എ സീൻ. അപ്പം കൃത്യമായിട്ട് ഇവിടെ ഗവൺമെൻറ്റിനും ബാക്കി പോലീസിനും ഒക്കെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ ഡെഫിനറ്റ്ലി സാധിക്കുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ആ വിഷയങ്ങളിപ്പോൾ അതുമാത്രമല്ല, പലരും ഈ പറഞ്ഞ പോലെ മുകേഷ് നായരുടെ കോണ്ടൻറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. അയാൾ ചെയ്യുന്ന കോണ്ടൻറ്റുകളിൽ മദ്യമടക്കമുള്ള ആളുകൾ ഉള്ള ലൈക്ക് ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതൊക്കെ കുട്ടികൾ കാണുമ്പോൾ അത് കുട്ടികൾക്കൊരു പ്രോത്സാഹനമാവില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേടനെ കൊടുന്നിട്ട് ഗവൺമെൻറ് പരിപാടിയിൽ കുട്ടികൾ വന്നിട്ട് നിന്ന് തുള്ളിച്ചാടി കാണുന്നില്ലേ? ചോദ്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ പല ചോദ്യങ്ങളും ചോദിക്കേണ്ടി വരും. കുട്ടികളങ്ങനെ മണ്ടന്മാരൊന്നുമല്ല. ഇപ്പോൾ ഈ ഒരു മുകേഷ് നായരെ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇവിടെ 10 കുട്ടികൾ മദ്യം കുടിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ മദ്യം കുടിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ലെയിമായിട്ടുള്ള സാധനം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് ആസ് എ പേഴ്സൺ നമ്മൾ ചെയ്യേണ്ട കാര്യം. പക്ഷേ എനിക്ക് നോക്കുമ്പോൾ അയാൾ അങ്ങനത്തെ ഒരു കോണ്ടൻറ്റ് ചെയ്യുന്നത് കൊണ്ട് 10 ആൾ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവും എന്നുള്ളത് നോ, ഐ ഡോണ്ട് തിങ്ക് സോ. കുട്ടികൾ എസ്പെഷ്യലി, മനസ്സിലായോ? സർക്കാരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അബ്കാരി. കള്ളടക്കമുള്ള സാധനങ്ങളെ പ്രൊമോട്ട് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ പിന്നെ അയാളുടെ കോണ്ടൻറ്റുകൾ പറഞ്ഞിട്ടുള്ളൊരു സംഗതി ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾക്ക് കുറച്ചും കൂടി ഐഡിയ ഉണ്ട് ഇപ്പോൾ
എന്തെടുക്കണം എന്ത് റിജക്റ്റ് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഡിസ്കഷൻ പോയിന്റ് ആക്കണമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു കേസുള്ള സമയത്ത് ആ കേസിൽ ക്ലീൻ ചീട്ട് കിട്ടാതെ അതിലൊരു വിധി വരാതെ ഈവൺ അതിൽ പോലീസ് റിപ്പോർട്ട് പോലും സമർപ്പിക്കാത്ത സമയത്ത് ഈ പരിപാടി വളരെ മോശമാണ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും അതൊരു സൈഡിൽ ഇങ്ങനെ രാവിലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ രാഹുൽ ഈശ്വർ വന്നില്ല. രാഹുൽ ഈശ്വർ വരാതിരിക്കുന്നില്ല. അങ്ങനെ കൊട്ടേഷൻ പോലെ ഏറ്റെടുക്കുകയാണ് ചില കേസ് തോന്നുന്നു എനിക്ക്. മനോരമയിലെ ടോപ്പ് ന്യൂസ്. മുകേഷൻ നായർ സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിശദീകരണം തേടി മന്ത്രി, അന്വേഷണത്തിന് നിർദ്ദേശം. എന്റെ പ്രിയപ്പെട്ട മന്ത്രി ശിവൻകുട്ടി സാറെ, എന്ത് അന്വേഷിക്കാനാണ്? മുകേഷ് നായർക്ക് ബഹുമാനപ്പെട്ട കോടതി അദ്ദേഹം മുൻകൂർ ജാമ്യം നൽകുകയും പ്രൈമാ ഫേസി അദ്ദേഹത്തെ ഈ കേസിലേക്ക് വലിച്ചഴിച്ചതാണ് എന്നുള്ള അടിസ്ഥാനത്തിൽ മുൻകൂർ ജാമ്യം കൊടുക്കാം എന്നുള്ളത് കൊണ്ട് മുൻകൂർ ജാമ്യം കൊടുക്കുകയും ചെയ്തു. ഇനി എന്താണ് മുകേഷ് നായരെ കുറിച്ച് അന്വേഷിക്കാൻ പോകുന്നത്? നമ്മൾ ആലോചിക്കണം, കള്ളക്കേസുകൾ എത്രമാത്രം ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു, ബാധിക്കുന്നു എന്നൊക്കെ ഉള്ളതിന്റെ വലിയൊരു ഉദാഹരണമല്ലേ. പുള്ളിക്കെതിരെ ഒരു കള്ളക്കേസ് വന്നു, പുള്ളി അത് കോടതിയിൽ ഫൈറ്റ് ചെയ്തു, പുള്ളിക്ക് മുൻകൂർ ജാമ്യം കിട്ടി, പുള്ളി കാറ്റഗറിക്കലി എസ്റ്റാബ്ലിഷ് ചെയ്തു പുള്ളിയെ പ്രൈമാ ഫേസി ഈ കേസിലേക്ക് വലിച്ചഴിച്ചതാണ് എന്ന്. അങ്ങനെ കോടതി അനുകൂലിച്ചു. കോടതി അനുകൂലിക്കുന്ന മുകേഷ് നായരെ എന്തിനാണ് മന്ത്രി അദ്ദേഹം എതിർക്കുന്നത്? നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കെതിരെ വരാം, എനിക്കെതിരെ വരാം, ആർക്കെതിരെ വേണമെങ്കിലും വരാം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഈ കള്ളക്കേസുകളെ നമുക്ക് അവസാനിപ്പിക്കണം. അത് എ ആണെങ്കിലും ബി ആണെങ്കിലും, മുകേഷ് നായർക്കെതിരെ കൊടുത്തതാണെങ്കിലും വേറൊരാൾക്കെതിരെ കൊടുത്തതാണെങ്കിലും ഒക്കെ. ഞാൻ അങ്ങനെ രണ്ടു മൂന്നിനോട് സംസാരിക്കുന്നുണ്ട്. എന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇപ്പൊ അങ്ങനെ ഒരാളോട് സംസാരിച്ചിട്ടിരിക്കുകയാണ്. കള്ളക്കേസുകളിലൂടെ അല്ല നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഒരാളുടെ നമ്മുടെ നിയമ സംവിധാനത്തെ, നീതിയെ ഒക്കെ വെല്ലുവിളിക്കുകയാണ് ഈ കള്ളക്കേസുകൾ. അതുകൊണ്ട് മുകേഷ് നായർക്ക് പൂർണ്ണ പിന്തുണ. മുകേഷ് നായരെ പോലുള്ളവരെ തന്നെയാണ് ബ്രാൻഡ് കിങ് എന്ന് പറഞ്ഞാൽ നല്ല ബ്രാൻഡിങ് വിദഗ്ധനാണ്. ഇദ്ദേഹത്തെ പോലുള്ളവരെയാണ് അതിശക്തമായി നമ്മൾ നമ്മുടെ പ്രവേശനോത്സവത്തിന് വിളിക്കേണ്ടത്, കുട്ടികളെ കാണിച്ചു കൊടുക്കേണ്ടത്. ഇദ്ദേഹം നിരപരാധിയാണ്. കോടതി പറഞ്ഞു, മുൻകൂർ ജാമ്യം കൊടുത്തു. നമ്മൾ വേട്ടയാടരുത്. ദൈവം പൊറുക്കില്ല, നീതി പൊറുക്കില്ല, കാലം പൊറുക്കില്ല. ഓക്കെ, അപ്പോൾ ഇത് രാഹുൽ ഈശ്വറിന്റെ വേർഷനാണ്. ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഒരു കേസുള്ള സമയത്ത് പ്രൈമാ ഫേസിൽ ഇതിലൊന്നുമില്ല എന്നുള്ളത് കോടതിക്ക് മനസ്സിലായതുകൊണ്ട് ജാമ്യം കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ കേസ് ക്ലോസ് ആയിട്ടില്ല. ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു സർക്കുലർ സർക്കാർ ഇറക്കുകയാണ്. ഈ കേസ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ സ്കൂളിൽ ടീച്ചേഴ്സിനെ അടക്കം അവർ മാറ്റുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കേസിൽ ബെയിലെടുത്ത് നിൽക്കുന്ന ഒരാളുടെ എൻട്രി ഒരു സ്കൂളിലേക്ക് പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് അത് ഡെഫിനറ്റ്ലി ഇപ്പോൾ നിങ്ങളീ പറയുന്ന പോലെ ഭയങ്കര സിമ്പിളാക്കിയിട്ട് അങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ, കേസിൽ അയാളുടെ എന്താണ് സ്റ്റാറ്റസ് എന്നുള്ളത് കോടതിയിൽ നിന്ന് പ്രൂവൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാം, അയാളെ ബാക്ക് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. കാരണം ഇവിടെ ഒരുപാട് കേസുകളുണ്ട്. സ്വത്ത് തർക്കത്തിനും റോഡ് വിട്ടു തരുന്നതിനും ഫാമിലി പ്രശ്നത്തിനടക്കം ഈ ഒരു കേസ് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ആരുടെ പേരിൽ വേണമെങ്കിലും ചുമ്മാ എടുത്തിട്ട് കൊടുക്കാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ കേസിൻ്റെ ഒരു അവസ്ഥ ഇരിക്കുന്നത്. അങ്ങനെ അതിൽ നിന്ന് അനുഭവിച്ച ഒരുപാട് പേര് നമ്മളുടെ മുന്നിലുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ബെയിലിൽ നിൽക്കുന്ന ഒരാളെ ഈ ഒരു പ്രവേശനോത്സവത്തിലേക്ക് കൊണ്ടുപോയി ഇങ്ങനൊരു സീൻ പിടിച്ചതിൽ അതിൽ ന്യായീകരിക്കാൻ നിൽക്കരുത്. ഓക്കെ, അത് കഴിയട്ടെ. കംപ്ലീറ്റ് ആയിട്ട് മാത്രം രാഹുൽ ഈശ്വറിനെ പോലുള്ളവർക്ക് ഫുൾ സപ്പോർട്ട് പറയാം. ഒക്കെ കഴിഞ്ഞ് കോടതിയിൽ നിന്ന് ക്ലീൻ ചീറ്റ് വാങ്ങി വരുമ്പോൾ മല്ലു ജെഡി ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് പോയിട്ട്, മുകേഷ് നായർ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് പോയിട്ടാണൊരു വിഷയം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അന്ന് അയാൾ സപ്പോർട്ടും ചെയ്യും. ഓക്കെ, എന്താണ് മുകേഷ് നായരുടെ സീൻ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി നോക്കുന്നത് സ്കൂളിൽ മുടി വെട്ടിയത് വിഷയമായി. ഓക്കെ, മുടി വെട്ടിയത് ശരിയായില്ല എന്നാണ് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് പറഞ്ഞത്. ഒരു പയ്യൻ ഓൾറെഡി മുടി വളർത്തിയപ്പോൾ വിഷയം, ലാസ്റ്റ് വെട്ടിയപ്പോൾ വിഷയം. അടൂരിലാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കി നിർത്തിയത്. അത് മണിക്കൂറുകൾ നേരം ഈ പയ്യനെ പുറത്തിറക്കി നിർത്തി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പ്രവേശനോത്സവമായിട്ട് 3 മണിക്കൂറാണ് ഒരു കുട്ടിയെ വെളിയിൽ നിർത്തിയത്. ഒന്നിലധികം കുട്ടികളെ. ഇന്ന് പ്രവേശനോത്സവമാണ്, കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോയി. പക്ഷേ ഇദ്ദേഹത്തെ സ്കൂളിൽ കയറ്റിയില്ല, ക്ലാസ് റൂമിൽ കയറ്റിയില്ല, ഇറക്കി വിട്ടു. കാരണം എന്താണ്? ഈ മുടിയാണ്. ഈ മകൻ നേരത്തെ മുടി വളർത്തിയിരുന്നു, അത് വെട്ടി നല്ല വൃത്തിയായിട്ടാണ് ഇപ്പം പോയത്. പക്ഷേ ഇതും പോരാ എന്നും പറഞ്ഞ് ഈ വിദ്യാർത്ഥിയെ ഇന്ന് പ്രവേശനോത്സവമായിട്ട് ക്ലാസ് റൂമിൽ നിന്നും ഇറക്കി വിട്ടൊരു ദാരുണ സംഭവം പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. ഞാൻ നിൽക്കുന്ന അടൂർ ഹോളി ഏഞ്ചൽ സ്കൂളിലാണ്. മോനെ,
എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ സ്കൂളിൽ വന്നപ്പം സാറുമാരെ നിർത്തിയിട്ട് പറഞ്ഞു ഈ മുടി വെട്ടിയത് ശരിയായില്ല, നാളെ നല്ലപോലെ വെട്ടണമെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പാടെ ഫോൺ നമ്പർ ചോദിച്ചു. അന്ന് ഞാൻ നമ്പർ എടുത്തപ്പോൾ അപ്പായെ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് വരണം, വന്നില്ലേ എന്നെ ഇന്ന് മൊത്തം ഇവിടെ വെളി നിർത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പ വന്നു. എന്നിട്ട് അവരോട് സംസാരിച്ചിട്ട് പോയി. എന്നിട്ട് അപ്പം പറഞ്ഞിട്ട് അവരൊക്കെ വന്നു. എന്നിട്ട് ഇച്ചിരി കഴിഞ്ഞപ്പം ഫാദർ വന്നു. അപ്പോൾ ഫാദറിനെ കണ്ടിട്ട് പോകാനായിരുന്നു അവർ പറഞ്ഞത്. അതായത് സ്കൂളിലെ പ്രിൻസിപ്പാൾ പറഞ്ഞിട്ട് വന്നിട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞു. ഫാദറിനെ കണ്ടിട്ട് അവർ വിളിപ്പിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് കുറേ നേരം ഞങ്ങൾ വരുത്തിയിരുന്നു. ഈ സമയങ്ങളിലെല്ലാം മോൻ പുറത്ത് നിൽക്കുക, ക്ലാസ്സിൽ കയറ്റിയില്ല? ഓക്കെ. ഞാൻ മാത്രമല്ല, അതിന് കുറച്ച് കുട്ടികളുണ്ട്. ഇതുപോലെ മോനല്ലാതെ വേറെ കുട്ടികളുണ്ട്? അതായത് ഈ മുടിയുടെ പ്രശ്നം കാരണം. ശരി. എന്നിട്ട് ഞങ്ങളെ ഒരു 3 മണിക്കൂർ വെളി നിർത്തിയിരുന്നു. എന്നിട്ട് ലാസ്റ്റ് തീരാറായപ്പോഴത്തേക്ക് ഫാദറിനെ കണ്ട് പേരും എല്ലാം എഴുതി വായിച്ചിട്ട് ഞങ്ങളെ ക്ലാസ്സിൽ കയറ്റി. അത് കഴിഞ്ഞിട്ടാണ് ക്ലാസ്സിൽ കയറ്റുന്നത്. ഏകദേശം ഒരു 3 മണിക്കൂർ കൂടുതൽ. അതായത് ഈ പറയുന്ന ഗവൺമെന്റ് ഇത് അറിയണം, ഇത് കേൾക്കണം. പറഞ്ഞ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാർ ഇത് കാണണം. കാര്യം പ്രവേശനോത്സവമായിട്ട് 3 മണിക്കൂറാണ് ഒരു കുട്ടിയെ വെളിയിൽ നിർത്തിയത്. ഒന്നിലധികം കുട്ടികളെ. അവസ്ഥ ഇത്ര കാലമായിട്ട് സ്കൂളിലൊന്നും ഇതിനൊരു മാറ്റവും ഇല്ലടി. എടി ഈ സാധനമൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നതാണ്. മക്കൾക്ക് ചെറിയ പ്രായത്തിൽ ഇപ്പോൾ ഈ ഹോർമോൺ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും കാലത്തിൻ്റെയും ലോകത്തിൻ്റെയും മാറ്റം അനുസരിച്ചിട്ട് ഇപ്പോൾ ചെറിയ പിള്ളേർക്ക് വരെ ചിലപ്പോൾ താടിയും മീശയും മുളയ്ക്കും. ചിലപ്പോൾ മുടി നീട്ടി വളർത്താണെങ്കിൽ അവർക്ക് നീട്ടി വളർത്താൻ പറ്റും. ഇതൊക്കെ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിലുള്ള കുറേ സ്കൂളുകളിലും കോളേജുകളിലുമാണ് ഈ എക്സ്ട്രാ സ്ട്രിക്റ്റ് പരിപാടി കാണിക്കുന്നത്. അവർക്ക് ഒരുമാതിരി കുട്ടികളോടെന്തോ ഭയങ്കര കലിപ്പുള്ള പോലെ. അങ്ങനെ സ്ട്രിക്റ്റായ മക്കളങ്ങ് രക്ഷപ്പെട്ടു പോകുന്നുള്ളതാണ്. സ്ട്രിക്ട്നെസ് വേണം, ഒരു പരിധി വരെ അല്ലേ പറ്റും. വെട്ടി വന്ന ചെക്കനോട് പിന്നെ ഇത് വെട്ടിയത് ശരിയായില്ല എന്ന് പറയുമ്പോൾ അത് ഇവിടുത്തെ ന്യായം. എന്താണെങ്കിലും ഇതിലും മിനിസ്റ്റർ ഒന്ന് കട്ടയ്ക്ക് നിന്നിട്ടുണ്ട്. ശിവൻകുട്ടി സാർ കട്ടയ്ക്കാണുള്ളപ്പോൾ അപ്പോൾ ശിവൻകുട്ടി സാർ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കുന്നുള്ളൊരു ഉറപ്പൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്ന് ഇതിലൊരു വള്ളിയിലച്ചം എന്തോ പറയുന്നുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. കുട്ടിയുടെ മുടി രാവിലെ സ്പോർട്സിൻ്റെ ടീച്ചേഴ്സാണ് ഇത് നോക്കുന്നത്. ലൈനായിട്ട് വരുമ്പോൾ സ്പോർട്സ് ടീച്ചേഴ്സ് അങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടുവന്ന് ഓഫീസിനവിടെ കൊണ്ടുവരും. പേരൻസിനെ അറിയിക്കും. കാരണം കൊച്ചു കുട്ടികളായതുകൊണ്ട് പേരൻസിനെ അറിയിക്കും. കാരണം ഇത് അൺഎയ്ഡഡ് സ്കൂളാണ്, അതിൻ്റെ ഒരു ഡിസിപ്ലിൻ്റെ ഒരു ഭാഗമാണിത്. അപ്പം കുറച്ച് കഴിയുമ്പോൾ കുട്ടികളെ ഒന്നുകൂടെ വാൺ ചെയ്ത് ഇവരെ ക്ലാസ്സിൽ വിട്ടു വിടും. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ അവർക്കൊരു വിഷമമുണ്ടായി എന്ന് തോന്നുന്നു. കാരണം അത് നമ്മൾ പറഞ്ഞു, അവരോട് സംസാരിച്ച് പുള്ളിക്ക് അത് ബോധ്യമായി തീർന്നു. അത് 3 മണിക്കൂർ കുട്ടീനെ പുറത്ത് നിർത്തി. മുടി വെട്ടിയത് ശരിയായില്ല, ഓൾറെഡി ഉള്ള മുടി വെട്ടിച്ചു, പിന്നെ വെട്ടി വന്നത് ശരിയായില്ല എന്ന് പറയുന്നത്. അവിടെ കുട്ടികളാണ് അച്ചോ, മനസ്സിലായ? കുട്ടികളിൽ മനസ്സ് നിങ്ങളെപ്പോലെ അങ്ങനെ കല്ലല്ല, കൊച്ചു പിള്ളേരാണ്. മുടി വളർത്തിയല്ലോ വിഷയമൊന്നുമില്ല. യേശുക്രിസ്തുവിന് ഏകദേശം ഞാൻ കാണുന്ന ഫോട്ടോയിലൊക്കെ ഇത്രയും മുടി ഉണ്ട്. അല്ലാതെ സ്പൈക്ക് ചെയ്ത് വെച്ച മുടിയും മറ്റേ മഷ്റൂം കട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ ഇത്രയും മുടി നീട്ടി വളർത്തിയൊരു മനുഷ്യനായി യേശുക്രിസ്തു എന്ന് പറയുന്നത്, മുടിയും താടിയൊക്കെ ഉള്ള. അങ്ങയുടെ ഇടയന്മാർ, അങ്ങയുടെ ഫോളോവേഴ്സായിട്ടുള്ള കൊച്ചു കുട്ടികളോ അല്ലെങ്കിൽ കുട്ടികൾ വീട് എല്ലാവരും ഒരു ദൈവത്തിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ മുടി കെട്ടി വളർത്തി എന്ത് പ്രശ്നം? വാട്ട് ഈസ് എ സീൻ? പുരാണങ്ങളിൽ ശിവനൊക്കെ ജട പിടിച്ച മുടിയാ. ഞാൻ ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും കാര്യം കുത്തി കലക്കൊന്നുമല്ല. എന്നാലും ഞാൻ പറയുകയാണ്, ഇവരുടെയൊക്കെ ചിന്താഗതിനെ കുറിച്ച് പറയും. ഇവരോടൊക്കെ ഇങ്ങനെ ഉത്തരം കൊടുത്തിട്ടേ കാര്യങ്ങളോടെ, മനസ്സിലായ? കുട്ടികളാണ്, ചിലപ്പോൾ കുറച്ച് മുടി വളർത്തും, താടിയും മീശയും വരുമ്പോൾ അതവർ വെക്കും. അതിലൊക്കെ കടുംപിടുത്തവും പിടിച്ചിട്ട് ഇതാണ് ഡീസൻസി. മുടി വെട്ടിയാൽ പിന്നെ എല്ലാം ആയി അല്ലേ? മുടി വെട്ടിയ എല്ലാം, ഈ താടി മീശയും പഠിച്ച എല്ലായി. ഞാൻ നല്ല അനുഭവിച്ചിട്ടുണ്ട് സ്കൂൾ ടൈമിലൊക്കെ ഈ വിഷയങ്ങൾ. ഇതിൻ്റെ പ്രശ്നം ഒന്നുമില്ല, എനിക്ക് താടി കയറുന്ന പ്രശ്നം. താടി മീശ എനിക്ക് ഏകദേശം ഒരു 8-9 ക്ലാസ്സിൽ തന്നെ അത്യാവശ്യം മുളച്ചു തുടങ്ങി താടിയും ഈ മീശേൻ്റെ സൈഡിലൊക്കെ. ഒരു 10ാം ക്ലാസ്സുള്ള +2 ആയപ്പോൾ പിന്നെ കംപ്ലീറ്റ് താടി മീശയും നല്ല കറക്റ്റ് കട്ടിക്ക് വരാൻ തുടങ്ങി. കാരണം ജീൻ അങ്ങനെയാണ്, അച്ഛനുള്ള താടിയൊക്കെ ഉള്ള മനുഷ്യനാണ്, നിങ്ങൾ കണ്ടിട്ടില്ലേ? സ്കൂളിൽ ഭയങ്കര സീനാണ്. ഫിഷ് മാർക്കറ്റ് എന്നാണ് വിളിക്കുക. അന്നിങ്ങനെ പറയുന്നില്ല. ഈ കണ്ട കാലമായിട്ട് ഇതിനൊന്നും ഒരു മാറ്റമില്ല. ഇതേപോലെ കുറേ അച്ഛന്മാർ ലോഹിയിട്ടിട്ട് കുട്ടികളെടുത്ത് മുടി വളർത്തരുത്, ക്ലീൻ ഷേവ് അടിക്കണം എന്ന് പറഞ്ഞായിരുന്നു. അയ്യോ, എന്താണെങ്കിലും അതിലൊക്കെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ട് തക്കതായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ് എനിക്കുള്ളത്. ഓക്കെ, ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ പരിപാടി. നട്ടപ്പാതിര വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നുമില്ല.
നാളെ നമുക്ക് കുഞ്ഞാൻ്റെ കേസിൽ കുഞ്ഞാൻ കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ്സ് നാളെ രാവിലെ പോസ്റ്റ് ചെയ്യാം.